Hello friends, welcome back to our channel. ഇന്ന് ഞാനിവിടെ മലബാർ സ്പെഷ്യൽ പത്തിരിയായ കണ്ണച്ചത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പത്തിരിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 കപ്പ് ആട്ടപ്പൊടിയും ഒരു 1.25 കപ്പ് മൈദയും ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ പത്തിരി നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കയ്യിൽ വെച്ച് നിങ്ങൾ മാവൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കൈമേൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കൈമേൽ ഒട്ടി പിടിക്കില്ല. അപ്പം നിങ്ങൾ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇതാ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം വെച്ച് ഇതൊന്ന് അടച്ചു വെക്കാണ്. ഒരു 15 മിനിറ്റ് ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഡോ ഇതാക്കുന്ന നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബോളാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ പത്തിരിയുടെ എണ്ണത്തിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം. ഇനി ആദ്യം തന്നെ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തും പോലെ തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതേപോലെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ഇതാ താഴെന്നും മുകളിലും ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം 4 മൂലയും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ ഫുള്ളും ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. 4 മൂലയും ഒരേപോലെ നമുക്ക് ഒരേ രീതിയിൽ ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പം മുഴുവൻ പത്തിരിയും ഞാനിതാ ഇതേപോലെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നാൽ നമുക്ക് നമ്മുടെ പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ പത്തിരി ഇതാ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം. ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പത്തിരിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് അറിയാം, നമ്മുടെ എന്ത് ഒരു പ്രോഗ്രാം ആയാലും സൽക്കാരായാലും ഒക്കെ തന്നെ ഈ ഒരു പത്തിരി ഇല്ലാത്തൊരു സൽക്കാരം ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ഒക്കെ നല്ല മാച്ചാണ് ഇതിന്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ തന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.